ഹെലികാരിയറിലുണ്ടായിരുന്നവർ പരസ്പരം വഴക്കടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോക്കിയെ രക്ഷിക്കാൻ വേണ്ടി ബാർട്ടൻ അങ്ങോട്ട് വരികയും ലോക്കിയെ രക്ഷിച്ചുകൊണ്ട് പോവുകയുമാണ്. ലോക്കിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ലോക്കിയുടെ കുത്തേറ്റ് ഏജന്റ് ഫിൽ കോൾസൺ മരിക്കുകയും ചെയ്യുന്നു. ഫിൽ കോൾസന്റെ മരണവാർത്ത അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിഷമത്തിലാവുന്നു. ഇനി എന്താണ് സംഭവിക്കുക നമ്മൾക്ക് കണ്ടറിയാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഒരു റൂമിൽ ക്യാപ്റ്റനും ടോണിയും നിക് ഫ്യൂറിയും കൂടി നിരാശയിലിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിക് ഫ്യൂറി വിഷമത്തോടെ ക്യാപ്റ്റനോടും ടോണിയോടും പറയുന്നു, ടെസ്സറാക്റ്റും ലോക്കിയും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. ഡോക്ടർ ബ്രൂസ് ബാനറും തോറും എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷെ അതിനേക്കാളൊക്കെ എന്നെ വിഷമിപ്പിക്കുന്നത് ഏജന്റ് ഫീൽ കോൾസന്റെ മരണമാണ്. എന്റെ മറ്റൊരു കണ്ണാണെന്ന് നഷ്ടപ്പെട്ടത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ അമേരിക്കയുടെ കുറച്ച് ഫോട്ടോകൾ എടുത്ത് ക്യാപ്റ്റന്റെ മുന്നിലേക്ക് നിക് ഫ്യൂറി എറിയുന്നു. ആ ഫോട്ടോകളിൽ ഫീൽ കോൾസന്റെ രക്തം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു, ഏജന്റ് ഫീൽ കോൾസൺ ക്യാപ്റ്റന്റെ വലിയൊരു ഫാനായിരുന്നു. എന്നെങ്കിലും ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി ഈ ഫോട്ടോകൾ അയാൾ എന്നും കൂടെ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അതിനു മുമ്പ് അയാൾ മരിച്ചുപോയി. അല്ലെങ്കിലും തെറ്റ് എന്റെ ഭാഗത്താ. എന്റെ മേലധികാരികൾ ടെസ്സറാക്ട് വെച്ച് ആയുധമുണ്ടാക്കാൻ എന്നോട് പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ അതിനേക്കാൾ വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരാശയം. ടോണി സ്റ്റാർക്കിന് അതറിയാം. ആ ഐഡിയയുടെ പേര് അവെഞ്ചേഴ്സ് ഇനീഷ്യേറ്റീവ് എന്നായിരുന്നു. ലോകത്തിലെ ശക്തരായ ആളുകളെ ഒരു കൊടുക്കയിൽ കൊണ്ടുവരിക, ഒരു ടീം നിർമ്മിക്കുക. ഭൂമിക്ക് ഇതുപോലെ ആപത്തുകൾ വരുമ്പോ ഞങ്ങളെ കൊണ്ട് പോരാടാൻ പറ്റാത്ത യുദ്ധങ്ങൾ അവർ പോരാടുമെന്ന വിശ്വാസം, അതായിരുന്നു അവെഞ്ചേഴ്സ് എന്ന ആശയം. പക്ഷെ നിങ്ങൾക്ക് പരസ്പരം വഴക്കടിക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, മരിക്കുന്ന സമയത്തും ഏജന്റ് ഫീൽ കോൾസൺ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അവനവന്റെ ഹീറോകളെ വിശ്വാസമാണെന്ന്. ഇത് ടോണി സ്റ്റാർക്കിന് ശരിക്കും മനസ്സിൽ കൊണ്ടു. ക്യാപ്റ്റനും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് എങ്ങോട്ടോ തെറിച്ചുപോയ ഡോക്ടർ ബ്രൂസ് ബാനർ ഒരു സ്ഥലത്ത് തുണിയില്ലാതെ എഴുന്നേൽക്കുന്നു. അടുത്തുനിന്ന് അപ്പൂപ്പനോട് ബ്രൂസ് ബാനർ ചോദിക്കുന്നു, ഞാൻ ആരെയും ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. അപ്പൊ അപ്പൂപ്പൻ പറയുന്നു, ആരെയും ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷെ പേടിപ്പിച്ചു. ഞാൻ ആരെയാണ് പേടിപ്പിച്ചത്? മോനെ, നീ എന്നെയാണ് പേടിപ്പിച്ചത്. തനിക്കൊരു ജെട്ടിയിട്ടോ. പക്ഷെ അദ്ദേഹം നല്ലൊരു അപ്പൂപ്പനായിരുന്നു. ബ്രൂസ് ബാനറിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഏജന്റ് ബാർട്ടൻ തന്റെ ശരിക്കുള്ള ബോധത്തിലേക്ക് വരുന്നു. നതാഷ അവന് കുടിക്കാനായി ഒരു കപ്പ് കോഫി കൊടുക്കുന്നു. ബാർട്ടൻ പറയുന്നു, നതാഷ, മറ്റൊരാൾ നമ്മളുടെ തലയ്ക്കുള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്തൊരു മോശം അവസ്ഥയാണെന്ന് അറിയാമോ? എങ്ങനെയും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു എന്റെ ചിന്ത. ലോക്കി എന്നെ മാനസികമായി തകർത്തു കളഞ്ഞു. അല്ല നതാഷ, നീ എങ്ങനെയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അപ്പൊ നതാഷ പറയുന്നു, ഹാൻഡ്സ് ഓൺ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ബാർട്ടനെ തിരിച്ചു കൊണ്ടുവന്നത്. ഹാൻഡ്സ് ഓൺ ഹെഡോ? അതെന്ന് മെത്തേഡ്? നതാഷ പറയുന്നു, അത് വേറൊന്നുമില്ല, എന്റെ കൈ വെച്ച് തലക്കിട്ട് നല്ലൊരു അടി തന്നു, അത്ര തന്നെ. തന്നെ ലോക്കി കൺട്രോൾ ചെയ്തിരുന്ന സമയത്ത് ഞാൻ എത്ര പേരെ കൊന്നു എന്ന് ബാർട്ടൻ അറിയണമായിരുന്നു. അപ്പൊ നതാഷ പറയുന്നു, ബാർട്ടൻ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ അല്ല അവരെ കൊന്നത്, ലോക്കി കാരണമാണ് നീ അവരെ കൊന്നത്, നിന്റെ തെറ്റല്ല അത്. ബാർട്ടൻ ചോദിക്കുന്നു, നീ ഒരു സ്പൈ അല്ലേ? നിനക്ക് യുദ്ധത്തിനിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് യുദ്ധത്തിനിറങ്ങുന്നത്? നിനക്ക് എന്ത് പറ്റി? അപ്പൊ നതാഷ പറയുന്നു, അത് എന്നെ ലോക്കി പഴയ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. എന്റെ കയ്യിൽ പുരണ്ട രക്തക്കറ അതെനിക്ക് മായ്ക്കാൻ പറ്റില്ല. ഒരുപക്ഷെ യുദ്ധത്തിനിടയ്ക്ക് എന്റെ ജീവൻ പോകുമായിരിക്കാം, പക്ഷെ സന്തോഷത്തോടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കയ്യിലെ രക്തക്കറ മാച്ചു കളയണം. ഈ സമയത്ത് ക്യാപ്റ്റനും ടോണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫീൽ കോൾസന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ക്യാപ്റ്റൻ ടോണിയോട് ചോദിക്കുന്നു. ടോണി സ്റ്റാർക്ക് വളരെ നിരാശയോടെയും വിഷമത്തോടെയും പറയുന്നു, അവന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. അവനൊരു മണ്ടനാണ്. എന്തിനാണ് അവൻ ഒറ്റയ്ക്ക് ലോക്കിയെ നേരിടാൻ പോയത്? അതുകൊണ്ടല്ല അവൻ മരിച്ചത്. ക്യാപ്റ്റൻ പറയുന്നു, ടോണി, ചില സമയങ്ങളിൽ നമ്മൾക്ക് അങ്ങനെ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. പക്ഷേ ഏജന്റ് ഫീൽ കോൾസൺ ഒരു വീരന്റെ പോലെയാണ് മരിച്ചത്. അപ്പോൾ ടോണി ദേഷ്യത്തോട് പറയുന്നു, അതിന് നിക് ഫ്യൂറിയുടെ പ്ലാനുകൾക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ സൈനികരൊന്നുമല്ല. ക്യാപ്റ്റൻ പറയുന്നു, നമ്മൾ ഇനി വഴക്കടിച്ചിട്ട് കാര്യമില്ല, ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ടോണിക്കും അത് ശരിയാണെന്ന് തോന്നി. അതെ, ഇനി എന്ത് ചെയ്യാം? ലോക്കി എന്തിനാണ് നമ്മൾക്ക് പിടി തന്നത്? നമ്മളെ തമ്മിലടിപ്പിക്കാൻ. ഇനി ലോക്കിക്ക് വേണ്ടത് എന്താണ്? ഇനി അവന് വേണ്ടത് ഒരുപാട് എനർജിയാണ്, ടെസ്റാക്റ്റിനെ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ. യെസ്, അത് തന്നെ. അവന് ഇനി വേണ്ടത് ഒരു ഹൈ പവർ സോഴ്സ് ആണ്. അത് മാത്രമല്ല, അവന് വേണ്ടത് അവന് മുന്നിൽ മുട്ടുകുത്താൻ ഒരുപാട് ജനങ്ങളെയാണ്. അവന് വേണ്ടത് അധികാരമാണ്, അവന്റെ പേര് പതിഞ്ഞ വലിയ വലിയ കെട്ടിടങ്ങൾ. അപ്പോഴാണ് ടോണിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവന് വേണ്ടത്ര പവർ കിട്ടുന്ന തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എവിടെയാണ്? എവിടെ വെച്ചാണ് അവന് സുരക്ഷിതമായിട്ട് ടെസ്റാക്റ്റിനെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുക? അത് വേറെ എവിടെയുമല്ല, സ്റ്റാർക്ക് ടവറിൽ തന്നെയാണ്. ക്യാപ്റ്റൻ നതാഷയോടും ബാർട്ടനോടും പോവാനായി റെഡിയാവാൻ പറയുന്നു. തോർ വീണ്ടും തന്റെ ഹാമർ എടുത്ത് ഒരു യുദ്ധത്തിനായി ഒരുങ്ങി. ഈ സമയത്താണ് ഏജന്റ് ഹില്ലിന് ഒരു സംശയം തോന്നിയിട്ട് നിക് ഫ്യൂറിയോട് ഒരു കാര്യം ചോദിക്കുന്നത്. സർ, നിങ്ങൾ ക്യാപ്റ്റന് കാണിച്ചു കൊടുത്ത ഫോട്ടോയിൽ
ഫീൽ കോൾസന്റെ രക്തമുണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഫീൽ കോൾസന് ആ ഫോട്ടോകൾ സൂക്ഷിക്കാറുള്ളത് അവന്റെ പോക്കറ്റിലല്ല, ലോക്കറിലാണ്. പിന്നെ എങ്ങനെയാണ് സാർ അതിൽ രക്തം വന്നത്? അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതെല്ലാം നിക് ഫ്യൂറിയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന്. നിക് ഫ്യൂറി പറയുന്നു, ഏജന്റ് ഹിൽ, എനിക്കൊരു നുണ പറയേണ്ടി വന്നു, പക്ഷെ അത് നല്ലതിനു വേണ്ടിയാണ്. അവെഞ്ചേഴ്സ് ഒരു ടീം ആവണമെങ്കിൽ അവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഘടകം വേണം. അതാണ് ഏജന്റ് ഫീൽ കോൾസന്റെ മരണം. അതായത് പൊട്ടക്കണ്ണന്റെ മൊട്ടത്തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരുന്നു അത്. ഫീൽ കോൾസൺ സത്യത്തിൽ മരിച്ചിട്ടില്ല. അയാൾ എവിടെയാണുള്ളതെന്ന് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണമെന്ന് പറയുന്നത് അവെഞ്ചേഴ്സ് ഒന്നിക്കാനുള്ള ഒരു ഘടകമാക്കി നിക് ഫ്യൂറി മാറ്റുകയായിരുന്നു. അവെഞ്ചേഴ്സിന്റെ ഉള്ളിൽ നിന്ന് യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ് രക്തം പുരണ്ട ഫോട്ടോയൊക്കെ നിക് ഫ്യൂറി സ്വയമായിട്ട് ഉണ്ടാക്കി അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. എന്തായാലും ഫീൽ കോൾസന്റെ മരണത്തിന് പകരം വീട്ടാൻ തന്നെ അവെഞ്ചേഴ്സ് തീരുമാനിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവെഞ്ചേഴ്സിന്റെ പടയൊരുക്കമാണ്. അയൺമാൻ സ്റ്റാർക്ക് ടവറിലേക്ക് ചെല്ലുന്നു. വിചാരിച്ചതുപോലെ തന്നെ സ്റ്റാർക്ക് ടവറിലെ എനർജി ഉപയോഗിച്ച് ഡോക്ടർ സെൽവിക് ടെസറാക്റ്റിനെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടോണി സെൽവികിനോട് ഈ ശ്രമം നിർത്താൻ പറയുന്നു. പക്ഷേ സെൽവിക് ആണെങ്കിൽ ലോക്കിയുടെ കൺട്രോളിലായിരുന്നു. സെൽവിക് ഒരു ഭ്രാന്തനെ പോലെ അയൺമാനോട് പറയുന്നു, നീ ഞങ്ങളോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, കാരണം ജയം ഞങ്ങളുടെ ഭാഗത്താണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല. പുതിയൊരു ലോകമാണ് നമ്മൾക്ക് മുന്നിൽ തുറന്നു വരാൻ പോകുന്നത്. പുതിയ ലോകം തനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ടോണി ടെസ്റാറ്റ് ക്യൂബിലേക്ക് തന്റെ റിപ്പൾസർ ബീം പ്രയോഗിക്കുന്നു. പക്ഷേ ആ എക്സ്പെരിമെന്റ് തകർക്കാൻ റിപ്പൾസർ ബീമുകളോ തോക്കുകളോ മതിയാവുമായിരുന്നില്ല. ടോണിയുടെ റിപ്പൾസർ ബീം ടോണിയുടെ മേലേക്ക് തന്നെ തിരിച്ചടിക്കുന്നു. തന്റെ മാർക്ക് 6 സ്യൂട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത് ടോണി മനസ്സിലാക്കി. മാർക്ക് 7 എന്ന് പറയുന്ന പുതിയ സ്യൂട്ടിന്റെ പണി ഏകദേശം തീർന്നിരുന്നു. പണി പൂർത്തിയായിട്ടില്ലെങ്കിലും മാർക്ക് 7 സ്യൂട്ട് പുറത്തിറക്കാൻ റെഡി ആയിക്കോളൂ എന്ന് ജാർവിസിനോട് ടോണി പറയുന്നു. സ്റ്റാർ ടവറിൽ ലോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ടോണി തന്റെ സ്യൂട്ട് അഴിച്ചു വെച്ച് ലോക്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരുപക്ഷെ താൻ മരണത്തിലേക്കായിരിക്കാൻ പോകുന്നതെന്ന് ടോണിക്ക് അറിയാമായിരുന്നു. ലോക്കി പറയുന്നു, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, ഇരുമ്പ് മനുഷ്യൻ. ഇപ്പൊ എന്തിനാ വന്നത്? എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിരിക്കും, ഒരു യുദ്ധം വേണമെന്ന് ചോദിക്കാനായിരിക്കും അല്ലെ? അപ്പൊ ടോണി പറയുന്നു, അല്ലല്ല, ഞാൻ നിന്നോട് കേണപേക്ഷിക്കാനൊന്നും അല്ല വന്നത്, ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്താനാണ് വന്നത്. അതിന്റെ ഇടയ്ക്ക് ടോണി ലോക്കി അറിയാതെ തന്റെ സെൻസറുകൾ എടുത്ത് കയ്യിൽ പിടിപ്പിക്കുന്നു. ഈ സെൻസറുകൾ ഉപയോഗിച്ചാണ് പുതിയ മാർക്ക് 7 സ്യൂട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് തോന്നുന്നത്. ലോക്കി പറയുന്നു, ഭീഷണിയോ? എന്ത് ഭീഷണി? നിങ്ങളെല്ലാവരും ചിതറിത്തെറിച്ച് ഓടിയില്ലേ? ടോണി പറയുന്നു, പക്ഷെ എല്ലാവരും ഇപ്പൊ നിന്നോട് നല്ല ദേഷ്യത്തിലാണ്. ഒരു ചുറ്റികയെടുത്ത് ഇടിമിന്നലിനെ ആവാഹിക്കുന്ന നിന്റെ സഹോദരൻ, കാലത്തെ പോലും അതിജീവിച്ച ഒരു സൈനികൻ, ദേഷ്യം വന്നാൽ അസുരനായി മാറുന്ന ഒരു ഡോക്ടർ, 2 വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പോരാളികൾ, അവെഞ്ചേഴ്സ്. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഭൂമിയിലെ ശക്തരായ കുറച്ച് പോരാളികളുടെ ഒരു കൂട്ടം. ലോക്കി പറയുന്നു, എന്റെ അടുത്ത് ഒരു സൈന്യം തന്നെയുണ്ട്. ടോണി ഒട്ടും തന്നെ ആലോചിക്കാതെ പറയുന്നു, വി ഹാവ് എ ഹൾക്ക്. ഞങ്ങളുടെ കയ്യിൽ ഒരു ഹൾക്കുണ്ട്. പക്ഷേ ലോക്കി പറയുന്നു, വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഭൂമി തകർന്നിരിക്കും. ടോണി പറയുന്നു, നീ പറയുന്നത് ശരിയായിരിക്കാം, ഒരു പക്ഷേ ഈ വട്ടം ഭൂമിയെ നിങ്ങൾ തോൽപ്പിച്ചേക്കാം. പക്ഷെ ഭൂമിയെ നിങ്ങൾ തോൽപ്പിക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഭൂമിയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിന് പ്രതികാരം ചോദിച്ചിരിക്കും. ലോക്കി പറയുന്നു, അതിന് പ്രതികാരം ചോദിക്കാൻ നിനക്കും നിന്റെ കൂട്ടുകാർക്കും എവിടെയാണ് സമയം? കാരണം ആ സമയത്ത് അവർ നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ടോണിയെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ളവർക്കെതിരെയാക്കാനായിരുന്നു ലോക്കിയുടെ പ്ലാൻ. പക്ഷേ തന്റെ സെക്ടർ ടോണിയുടെ നെഞ്ചത്ത് വെച്ചിട്ടും ടോണിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ടോണി സ്റ്റാർക്കിന്റെ നെഞ്ചിലെ ആർക്ക് റിയാക്ടറിലാണ് ലോക്കി തന്റെ സെക്ടർ വെക്കുന്നത്. അതുകൊണ്ടാണ് ടോണിയെ ലോക്കിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് ലോക്കി വിഷമിച്ച് നിൽക്കുമ്പോൾ ടോണി പറയുന്നു, വിഷമിക്കണ്ട, മെഷീൻസ് ആവുമ്പോഴേക്ക് ഇങ്ങനെ കേടൊക്കെ പറ്റും, 2 ദിവസം എന്റെ കൈ തന്നാൽ ഞാൻ ശരിയാക്കി തരാം. തന്നെ കളിയാക്കിയത് ലോക്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലോക്കി ടോണി സ്റ്റാർക്കിനെ കുത്തിപ്പിടിച്ച് പൊക്കുന്നു. എന്നിട്ട് ജനൽ വഴി നേരെ പുറത്തേക്ക് ഒറ്റയേറ്. ടോണിക്ക് പണി പാളാൻ പോവുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എറിയുന്നതിന്റെ ഇടയ്ക്ക് ടോണി ജാർവിസിനോട് പറയുന്നു, ജാർവിസ്, ഇനി സമയമില്ല, മാർക്ക് 7 പെട്ടെന്ന് പുറത്തിറക്കിക്കോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടോണി സ്റ്റാർക്കിന്റെ മാർക്ക് 7 സ്യൂട്ടപ്പാണ്. അതൊരു 1.5 സ്യൂട്ടപ്പാണ്.
പുതിയ സ്യൂട്ട് ഇട്ട് കഴിഞ്ഞ് ടോണി ലോക്കിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, നീ ഒരുപാട് പേരെ ദേഷ്യം പിടിപ്പിച്ചു. ഇപ്പൊ ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ഫീൽഡ് ഗോൾസിന് വേണ്ടിയാണ്. എന്നിട്ട് നേരെ തന്റെ കയ്യിലെ റിപ്പൾസർ ബീം ലോക്കിയുടെ നേരെ ഉപയോഗിക്കുന്നു. ലോക്കി തെറിച്ചു പോയി വീഴുന്നു. അപ്പോഴാണ് ടോണി സ്റ്റാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലോക്കിയുടെ ഉദ്ദേശം ഏകദേശം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ടെസ്സറാക്ട് ക്യൂബിനെ തടയാൻ ശ്രമിക്കുന്ന സമയത്ത് ഡോക്ടർ സെൽവിക് തെറിച്ചുപോയി അദ്ദേഹത്തിന്റെ ബോധം പോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ടെസ്സറാക്ട് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാനുള്ള എല്ലാ പരിപാടിയും ഡോക്ടർ സെൽവിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാശത്ത് നിന്ന് പുതിയൊരു പോർട്ടൽ, ഒരു ദ്വാരം തുറന്നു നിന്നു. അതിലൂടെ ചിത്തോരി ആർമി പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങി. ടോണി സ്റ്റാർക്ക് അത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പൊ ലോക്കി വെറുതെ പറഞ്ഞതല്ല, ഒരു സൈന്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോണി നേരെ പോർട്ടലിന്റെ അടുത്തേക്ക് കുതിച്ചു. എന്നിട്ട് നേരെ വന്ന കുറച്ചുപേരെ തകർത്തു കളഞ്ഞു. എന്നാലും എണ്ണയാൽ ഒടുങ്ങാത്തത്ര ചിത്തോരി ആർമിയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ചിത്തോരി ആർമി വന്ന ഉടനെ ന്യൂയോർക്ക് സിറ്റി നശിപ്പിക്കാൻ തുടങ്ങി. എങ്ങും ജനങ്ങളുടെ നിലവിളികൾ മാത്രം. തകരുന്ന കെട്ടിടങ്ങൾ, പൊട്ടിത്തെറിക്കുന്ന കാറുകളും മറ്റു വാഹനങ്ങളും. ജനങ്ങൾ ചിതറിയോടുന്നത് കണ്ട് ലോക്കി ചിരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് തോർ അങ്ങോട്ട് വരുന്നത്. തോർ ലോക്കിയോട് പറയുന്നു, ലോക്കി, നീ ഇതൊക്കെ ഇപ്പൊ തന്നെ നിർത്തണം. സിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ല. ലോക്കി അട്ടഹസിച്ചുകൊണ്ട് പറയുന്നു, നീ വൈകിപ്പോയി തോർ. ഇനി നിന്റെ മുന്നിലുള്ളത് ഒന്ന് മാത്രമാണ്, യുദ്ധം. എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞ് തോർ ലോക്കിയുടെ നേരെ കുതിച്ചു. അങ്ങനെ ലോക്കിയും തോറും കൂടിയുള്ള മറ്റൊരു ഫൈറ്റാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. There is only the war. So be it. ഇതിന്റെ ഇടയ്ക്ക് ഒരു ജെറ്റ് പ്ലെയിനിൽ ബാർട്ടനും നതാഷയും ക്യാപ്റ്റനും കൂടി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ലോക്കിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ലോക്കിക്ക് ദേഷ്യം വന്നു. തന്റെ സെപ്റ്റർ ഉപയോഗിച്ച ആ ജെറ്റ് ലോക്കി തകർക്കുന്നു. കൺട്രോൾ നഷ്ടപ്പെട്ട ജെറ്റ് ഒരു തരത്തിൽ ബാർട്ടൻ നിലത്തിറക്കാൻ നോക്കുന്നു. ജെറ്റ് പ്ലെയിൻ ഒരു വിധത്തിൽ സേഫായി ലാൻഡ് ചെയ്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ക്യാപ്റ്റനും ബാർട്ടനും നതാഷയും ഞെട്ടിപ്പോയത്. കാരണം ഇതുവരെ വന്ന ചിറ്റോറി ആർമിയൊക്കെ വെറും സാമ്പിൾ മാത്രമായിരുന്നു. ആ പോർട്ടലിൽ നിന്ന് അതിന്റെ അത്ര തന്നെ വലിപ്പമുള്ള വലിയൊരു സ്പേസ് ഷിപ്പാണ് ചിത്തോരി ആർമി കൊണ്ടുവരുന്നത്. ഒരു ഗഡാഗഡിയൻ സ്പേസ് ഷിപ്പ്. ആ സ്പേസ് ഷിപ്പിൽ നിന്ന് ഒരുപാട് ചിത്തോറികൾ വീണ്ടും ചാടി ഇറങ്ങി സിറ്റി നശിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ലോക്കിയോട് തോർ ചോദിക്കുന്നു, ലോക്കി, നിന്റെ ചുറ്റും നോക്ക്, എത്ര ആളുകളാണ് മരിക്കുന്നത്. സിറ്റി വെന്തെരിയുകയാണ്. ഈ പ്രദേശം ചുട്ടു ചാമ്പലാക്കപ്പെടാൻ പോവുകയാണ്. ഇതാണോ നിനക്ക് വേണ്ടത്? ഇതാണോ നീ ആഗ്രഹിച്ച ഭരണം? ലോക്കി ചുറ്റും നോക്കി. ഒരു നിമിഷം ലോക്കിക്കും അത് ശരിയാണെന്ന് തോന്നിയോ എന്നൊരു സംശയമുണ്ട്. ലോക്കി പറയുന്നു, തോർ, വൈകിപ്പോയി, ഇനി ഒന്നും നടക്കില്ല. അങ്ങനെ പറഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക്കി തന്റെ കയ്യിലുള്ള ചെറിയൊരു ആയുധം വെച്ച് തോറിനെ കുത്തി നിലത്തിടുന്നു. ലോക്കിയുടെ കണ്ണിൽ നമ്മൾക്ക് കണ്ണുനീർ കാണാൻ സാധിക്കും. അതാണ് പറയുന്നത്, ലോക്കിയെ മനസ്സിലാക്കാൻ അല്പം പാടാണ്. തോറിനെ കുത്തിയെങ്കിലും തോർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. ലോക്കി അപ്പോഴേക്കും അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. ഈ സമയത്ത് ഏജന്റ് ബാർട്ടനോടും നതാഷയോടും കൂടി കുറച്ച് ചിത്തോറികളെ നേരിട്ട് ആളുകൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു, പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ക്യാപ്റ്റൻ പോലീസിന്റെ അടുത്ത് എന്നിട്ട് പറയുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റോഡിൽ നിന്ന് ആളുകളെ മാറ്റണം. അതിനുശേഷം ആ നേരെ കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആ പോലീസിന് ക്യാപ്റ്റനോട് എന്തോ പുച്ഛമായിരുന്നു. അയാൾ പറയുന്നു, ഞങ്ങൾ എന്തിനാണ് താങ്കൾ പറയുന്നത് കേൾക്കുന്നത്? പക്ഷെ ക്യാപ്റ്റൻ അതിന് മറുപടി കൊടുത്തത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല.
ക്യാപ്റ്റന്റെ അടി കണ്ട് പോലീസിന് മനസ്സിലായി ഇയാൾ അനുസരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. അവർ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. ക്യാപ്റ്റൻ നതാഷയുടെയും ബാർട്ടന്റെയും അടുത്തേക്ക് തിരിച്ചെത്തി വീണ്ടും ഫൈറ്റ് തുടങ്ങുന്നു. ഈ സമയത്ത് തോർ ലോക്കി തന്റെ മേൽകുത്തിയ ആയുധം വരിച്ചു പുറത്തെടുക്കുന്നു. അത് ചെറിയൊരു കത്തി പോലെയുള്ള സാധനമായിരുന്നു. അതായത് തോറിനൊന്നും പറ്റണമെന്ന് കരുതിയിട്ടല്ല ലോക്കി അത് കുത്തിയത്. തോറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉദ്ദേശം മാത്രമേ ലോക്കിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റൻ ഫൈറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തോറും എത്തുന്നു. ഈ സമയത്ത് അയൺമാൻ തന്റെ കയ്യിലെ ലേസർ ഉപയോഗിച്ച് ആ വലിയ സ്പേസ് ഷിപ്പിനെ തകർക്കാൻ നോക്കി. പക്ഷെ വെറും ലേസർ കൊണ്ടൊന്നും ആ സ്പേസ് ഷിപ്പ് തകർക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ടായി. ലേസർ ആക്രമണം കണ്ട് ആ സ്പേസ് ഷിപ്പ് അയൺമാന് നേരെ തിരിയുന്നു. ഈ സമയത്താണ് ഡോക്ടർ ബ്രൂസ് ബാനർ അങ്ങോട്ട് ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്നത്. ബ്രൂസ് അവരോട് പറയുന്നു, ഞാൻ നിങ്ങളാരെങ്കിലും അറിയാതെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്റെ ഉള്ളിൽ അസുരനാണ് അത് ചെയ്തത്. അപ്പോൾ നതാഷ പറയുന്നു, ഡോക്ടർ ബ്രൂസ്, ആ അസുരനെ തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ ആവശ്യം. ഡോക്ടർ ബ്രൂസ് ബാനർ വന്നതറിഞ്ഞ അയൺമാൻ പറയുന്നു, ഞാൻ ഈ പാർട്ടി അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അകലെ നിന്ന് പാഞ്ഞു വരുന്നത് കണ്ട ഗഡാഗഡിയൻ സ്പേസ് ഷിപ്പ് കണ്ട് നതാഷ ചോദിക്കുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, ഇതെങ്ങനെയാണ് ഒരു പാർട്ടിയാവുന്നത്? അയൺമാന്റെ പിന്നാലെ വന്നിരുന്ന ആ സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് ബ്രൂസ് ബാനർ നടക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു, മിസ്റ്റർ ബ്രൂസ്, താങ്കൾക്ക് ദേഷ്യപ്പെടാൻ ഇതിനേക്കാൾ നല്ല സമയം വേറെയില്ല. ബ്രൂസ് പറയുന്നു, ക്യാപ്റ്റൻ, അത് തന്നെയാണ് എന്റെ സീക്രട്ട്. ഞാൻ എപ്പോഴും ദേഷ്യത്തിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അസുരന്റെ വരവാണ്, ഹൾക്കിന്റെ വരവ്. That's my secret, Daddy. I'm always in. തനിക്ക് നേരെ പാഞ്ഞു വന്ന ടൺ കണക്കിന് ഭാരമുള്ള സ്പേസ് ഷിപ്പിനെ ഒരൊറ്റ പഞ്ച് കൊണ്ട് ഹൾക്ക് തകർത്ത് കളഞ്ഞു. മിക്കവാറും ആ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയവന്റെ ഫിലമെന്റ് വരെ അടിച്ചുപോയി കാണും. അയൺമാൻ തന്റെ കയ്യിലുള്ള ഒരു ചെറിയ മിസൈൽ ഉപയോഗിച്ച് ബാക്കി ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ സ്പേസ് ഷിപ്പിനെ ഒന്നുകൂടി പൊട്ടിച്ചു തെറിക്കുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സീനായിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടത്. എന്നാൽ ഇനി വരാൻ പോകുന്ന സീനിൽ ഒറ്റ ഫ്രെയിമിൽ നമ്മൾക്ക് എല്ലാ അവെഞ്ചേഴ്സിനെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇത് ലോക്കിക്ക് അത്ര പിടിച്ചില്ല. ലോക്കി പറയുന്നു, ബാക്കിയുള്ളതിനെ കൂടി അയച്ചേക്ക്. അങ്ങനെ ബാക്കിയുള്ള സ്പേസ് ഷിപ്പുകളും ചിത്തോറുകളും കൂടി ആ പോർട്ടലിലൂടെ ഭൂമിയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അത് കണ്ട് അവെഞ്ചേഴ്സ് ഞെട്ടിപ്പോയി. ക്യാപ്റ്റൻ അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അയൺമാന് പറക്കാൻ സാധിക്കും. അയൺമാൻ ബാർട്ടനെ കൊണ്ട് ബിൽഡിങ്ങിന് മുകളിലെത്തുക. നിങ്ങൾ രണ്ടുപേരും ആ പരിധിയിലുള്ള ചിത്തോറുകളെ നശിപ്പിക്കണം. തോറിന്റെ കയ്യിൽ മിന്നലുണ്ട്. തോർ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ പോയി പോർട്ടലിലൂടെ വരുന്ന സ്പേസ് ഷിപ്പുകളെ അവിടെ വെച്ച് തന്നെ മിന്നൽ ഉപയോഗിച്ച് തകർത്തേക്ക്. ഞാനും നതാഷയും ഇവിടെ താഴെ നിന്ന് യുദ്ധം ചെയ്യാം. പിന്നെ ഹൾക്ക്, സ്മാഷ്. ഹൾക്കിനോട് ക്യാപ്റ്റൻ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, സ്മാഷ്. അതായത്, മോനെ ഹൾക്കെ, അടിച്ച് തകർത്തേക്ക്. എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഹൾക്കിനാണെങ്കിൽ ആ ഒരൊറ്റ വാക്ക് കേട്ടാൽ മാത്രം മതിയായിരുന്നു, സ്മാഷ്. പിന്നെ നമ്മൾ കാണുന്നത് അസുരന്റെ പൂണ്ടുവിളയാട്ടമാണ്. Smash. തോർ പോർട്ടലിന്റെ അടുത്ത് പോയി മിന്നൽ ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് നതാഷ ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ചിത്തോരികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പോർട്ടൽ അടയ്ക്കാതെ ഒന്നും സാധിക്കില്ല. പോർട്ടൽ അടയ്ക്കണമെങ്കിൽ നമുക്ക് സ്റ്റാർ ടവറിന്റെ മുകളിലേക്ക് പോകണം. എന്നിട്ട് ക്യാപ്റ്റന്റെ സഹായത്തോടെ ഒരു ചിത്തോരിയുടെ വാഹനത്തിൽ കയറി പിടിച്ച് നതാഷ സ്റ്റാർ ടവറിന്റെ മുകളിലേക്ക് പോകുന്നു. ഇത് കണ്ട ലോക്കി വെറുതെ ഇരിക്കുവോ? ഇല്ല, ലോക്കിയും നതാഷയുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നു. നതാഷ ബാർട്ടനോട് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു.
ബാർട്ടൻ ആണെങ്കിൽ ഒരു തക്കം നോക്കിയിരിക്കുകയായിരുന്നു ലോക്കിയെ ആക്രമിക്കാൻ. ബാർട്ടൻ തന്റെ നല്ലൊരു അമ്പെടുത്ത് ലോക്കിക്ക് നേരെ ചെയ്യുന്നു. ലോക്കി ആരമോൻ. ലോക്കി തന്റെ നേരെ ചീർപ്പാഞ്ഞു വന്ന അമ്പിനെ തന്റെ കൈ കൊണ്ട് പിടിക്കുന്നു. എന്നിട്ട് ജയിച്ചവനെ പോലെ ചിരിക്കാൻ നോക്കുമ്പോഴേക്കും ആ അമ്പ് പൊട്ടിത്തെറിക്കുന്നു. യെസ്, ബാർട്ടന്റെ കയ്യിൽ പല സൈസ് അമ്പുകളുണ്ട്. ലോക്കി നേരെ ചെന്ന് വീഴുന്നത് സ്റ്റാർക്ക് ടവറിൽ തന്നെയാണ്. പെട്ടെന്ന് അവിടേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് നമ്മളുടെ ഹൾക്കാണ്. ഹൾക്ക് ചാടി വന്ന ഉടനെ ലോക്കിയെ അടിച്ചു തെറിപ്പിക്കുന്നു. ലോക്കി വീണ് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, മതി, നിർത്ത്. നീ ആരാണെന്നാ നിന്റെ വിചാരം? മറ്റുള്ളവരെ പോലെ തന്നെയാണ് എനിക്ക് നീയും. നിന്റെ വലിപ്പം കണ്ട് പേടിക്കുന്നവനല്ല ഞാൻ. നീ എനിക്ക് മുന്നിൽ പുഴുവിന് സമാനമാണ്. ഞാൻ നിന്റെ ദൈവമാണ്. ദൈവത്തോട് കളിച്ചാലുണ്ടല്ലോ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഹൾക്ക് ലോക്കിയെ കാല് വാരി നിലത്തടിച്ചടിച്ചടിച്ചടിച്ച് ഈ നിലയിലാക്കുന്നു. ലോക്കിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഓലക്കീറും വെള്ളത്തുണി ഉണ്ടെങ്കിൽ എടുത്തോ, എന്നെ ചുരുട്ടിക്കൂട്ടി കുഴിവെട്ടി മൂടാൻ. ഇത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്ര നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന തോറും ഹൾക്കും ഒരുമിച്ച് ചിത്തോറികളെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹൾക്ക് തങ്ങളുടെ ഒപ്പം ചേർന്നുവെന്ന് കരുതിയ തോറിന് തെറ്റി. കാരണം ഫൈറ്റ് കഴിഞ്ഞ ഉടനെ തോറിനോട് ഹൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തോർ എവിടേക്കോ തെറിച്ചു പോയി വീണു. തോറിന്റെയും ഹൾക്കിന്റെയും ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു കോമഡി കോംബോ പോലെയാണ്. ഒരുമിച്ച് വരുമ്പോഴൊക്കെ കോമഡിയാണ്. ഈ സമയത്ത് നതാഷ ടെസ്സറാക്ട് ക്യൂബ് വെച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. സെൽവിഗിന് ശരിക്കുള്ള ബോധം വരുന്നു. നതാഷ ഇതൊക്കെ നിർത്താൻ എന്താണ് വഴിയെന്ന് സെൽവിഗിനോട് ചോദിക്കുന്നു. സെൽവിഗ് പറയുന്നു, ഇത് നിർത്താൻ പറ്റും, പക്ഷേ അതിന് ലോക്കിയുടെ സെപ്റ്റർ ആവശ്യമാണ്. ആ സെപ്റ്ററാണ് ഇപ്പൊ നമ്മളുടെ മുന്നിൽ കിടക്കുന്നത്. ലോക്കി വീണ് കിടന്ന സ്ഥലത്ത് സെപ്റ്ററും കിടക്കുന്നുണ്ടായിരുന്നു. നതാഷ പോയി സെപ്റ്റർ എടുക്കുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ ബിൽഡിംഗിൽ പെട്ടുപോയ ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകുന്നു. പക്ഷെ അവരെ രക്ഷിക്കാൻ പോലീസിനെ സഹായിച്ച് പുറത്തെത്തിയപ്പോ ക്യാപ്റ്റന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എല്ലാത്തിന്റെയും അവസാനം ഇതായിരിക്കാം. ചിത്തോറികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാപ്റ്റൻ വീണ്ടും ഒറ്റയ്ക്ക് പോരാടാൻ തുടങ്ങി. അല്ലെങ്കിലും പണ്ട് അതാണല്ലോ ശീലം. അപ്പോഴേക്കും അവിടേക്ക് ക്യാപ്റ്റനെ സഹായിക്കാനായി തോറും കൂടി വരുന്നു. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ക്യാപ്റ്റനെ വെടിയേൽക്കുന്നത്. ഒരു നിമിഷം ക്യാപ്റ്റൻ വീണുപോയി. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തോർ ക്യാപ്റ്റനെ എഴുന്നേൽപ്പിച്ച് ചോദിക്കുന്നു, ക്യാപ്റ്റൻ വിശ്രമിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ക്യാപ്റ്റന് നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, വിശ്രമിക്കാം മരണത്തിന് ശേഷം. അതാണ് ക്യാപ്റ്റനിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. മരണം വരെ അദ്ദേഹം വിട്ടുകൊടുക്കില്ല. ഒരു സ്പേസ് ഷിപ്പ് തകർക്കാൻ വേണ്ടി ടോണി ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് ബോംബ് പൊട്ടിപ്പിക്കുന്നു. ആ സ്പേസ് ഷിപ്പ് നശിപ്പിക്കാൻ ടോണിക്ക് പറ്റിയെങ്കിലും ടോണിയെ ചിത്തോറികൾ വളയുന്നു. ടോണിയെ മാത്രമല്ല, എല്ലാ അവെഞ്ചേഴ്സിനെയും. 6 അവെഞ്ചേഴ്സും പതുക്കെ പതുക്കെ തോറ്റു തുടങ്ങി. ഈ സമയത്ത് വേൾഡ് സെക്യൂരിറ്റി കൗൺസിൽ, അതായത് നിക് ഫ്യൂറിയുടെ മേലധികാരികൾ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, അവരാണ് വേൾഡ് സെക്യൂരിറ്റി കൗൺസിൽ. അവർ ഒരു തീരുമാനമെടുക്കുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് തന്നെ ഒരു അണുബോംബ്, അതായത് ന്യൂക്ലിയർ മിസൈൽ ഉപയോഗിച്ച് എല്ലാ ചിത്തോറികളെയും നശിപ്പിച്ചു കളയുക. നിക് ഫ്യൂറി അതിന് സമ്മതിക്കില്ലെന്നും ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ മരിക്കുമെന്നും അവരോട് പറഞ്ഞു. പക്ഷേ അവർ അത് സമ്മതിച്ചില്ല. നിക് ഫ്യൂറിയുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ അവർ ഒരു ന്യൂക്ലിയർ മിസൈൽ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അയക്കുന്നു. നിക് ഫ്യൂറി തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഇത് തടയാൻ ഒരുത്തനെ പറ്റൂ, അവനെ കോൾ ചെയ്തേ പറ്റൂ. നിക് ഫ്യൂറി കോൾ ചെയ്യുന്നു, സ്റ്റാർക്ക്, നമ്മൾ അപകടത്തിലാണ്. ടോണി സ്റ്റാർക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. ചുറ്റും നിന്നിരുന്ന ചിത്തോറുകളെ തെറിപ്പിച്ചു കളഞ്ഞ് ആ മിസൈലിന് പിന്നാലെ ടോണി സ്റ്റാർക്ക് കുതിച്ചു പാഞ്ഞു. തന്റെ മാക്സിമം സ്പീഡിലാണ് ടോണി പറന്നത്. അങ്ങനെ പറന്നു ചെന്ന് ടോണി മിസൈൽ പിടിക്കുന്നു. ടോണി നേരെ മിസൈൽ കൊണ്ട് പോർട്ടലിനുള്ളിലേക്ക് പറക്കുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ, എല്ലാവരുടെയും കണ്ണുകൾ ഒരാളുടെ മേലിൽ മാത്രം, ടോണി സ്റ്റാർക്ക്, അല്ലെങ്കിൽ അയൺമാൻ.
തന്റെ സ്യൂട്ടിലെ ബാക്കി കാര്യങ്ങൾക്കുള്ള എനർജിയൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞ് എല്ലാ എനർജിയും തന്റെ കാലിലുള്ള റോക്കറ്റ്സിലേക്ക് കൊടുക്കാൻ ടോണി പറയുന്നു. ഇങ്ങനെയാണ് പെട്ടെന്ന് ന്യൂക്ലിയർ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ആ പോർട്ടലിലേക്ക് എത്താൻ ടോണിക്ക് സാധിച്ചത്. ന്യൂക്ലിയർ മിസൈലിനെ ചിത്തോറികളെ കൺട്രോൾ ചെയ്തിരുന്ന കൺട്രോൾ യൂണിറ്റിലേക്ക് അദ്ദേഹം വിടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മിസൈൽ കൊണ്ട് ആ കൺട്രോൾ യൂണിറ്റ് പൊട്ടിത്തെറിക്കും. തന്റെ സ്യൂട്ടിലെ അവസാനത്തെ ചാർജും കഴിയുന്നതായിട്ട് ടോണിക്ക് മനസ്സിലായി. ടോണി അവസാനമായി പെപ്പർ പോട്ട്സിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൾ പോകുന്നില്ല. ടോണിയുടെ കൺമുന്നിൽ വെച്ച് അതിഭീമാകാരമായ ചിത്തോറി കൺട്രോൾ സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുന്നു. ടോണിയുടെ സ്യൂട്ടിലെ അവസാനത്തെ ചാർജും തീർന്ന് ടോണിയും സ്യൂട്ടും കൂടി താഴേക്ക് വീഴുന്നു. ടോണിക്ക് മനസ്സിലായി തന്റെ അവസാനത്തെ നിമിഷമായിരിക്കും ഇതെന്ന്. അങ്ങനെ അവസാനമായി പെപ്പർ പോട്ട്സിനെ ഒന്ന് കോൾ പോലും ചെയ്യാനാവാതെ അദ്ദേഹം തന്റെ മരണത്തെ മുന്നിൽ കണ്ട് കണ്ണുകൾ അടയ്ക്കുന്നു. ചിത്തോറികളുടെ കൺട്രോൾ സ്റ്റേഷൻ നശിച്ചതോടെ ഭൂമിയിൽ വന്നിരുന്ന ചിത്തോറികളും സ്പേസ് ഷിപ്പും ഒക്കെ കൺട്രോൾ നശിച്ച് താഴെ വീഴുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. നതാഷ അപ്പോഴേക്കും സെപ്റ്റർ എടുത്ത് ടെസ്റാക്ട് ക്യൂബ് വഴിയുള്ള പോർട്ടൽ അടയ്ക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അടയ്ക്കണോ വേണ്ടയോ എന്ന് നതാഷ എല്ലാവരോടും ചോദിക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു അടയ്ക്കുന്നതാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. അപ്പോ സ്റ്റാർക്ക് എവിടെ? നതാഷ അങ്ങനെ ചോദിച്ചെങ്കിലും ക്യാപ്റ്റൻ പറയുന്നു നമ്മൾക്കിപ്പോ ജനങ്ങളുടെ ജീവിതം സേഫ് ആക്കലാണ് ഏറ്റവും വലുത്. നതാഷ പിന്നെ ഒന്നും ആലോചിച്ചില്ല. സെപ്റ്റർ ഉപയോഗിച്ച് പോർട്ടൽ ക്ലോസ് ചെയ്യുന്നു. ടോണി സ്റ്റാർക്ക് എവിടെയാണ് ടോണി സ്റ്റാർക്ക്? അദ്ദേഹം എവിടെയും പോയിട്ടില്ല. പോർട്ടൽ ക്ലോസ് ആവുന്നതിന് തലമുടി നാരിഴയ്ക്ക് മുൻപ് അദ്ദേഹം പോർട്ടലിലൂടെ വീണ്ടും ഭൂമിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയൊന്നും അവസാനിക്കാനുള്ളതല്ല. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. ഇനിയും മഹത്തായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. ഇത് കണ്ട് ക്യാപ്റ്റന് പോലും ടോണിയോട് ഒരു മതിപ്പ് തോന്നുന്നു. സ്യൂട്ടിൽ മാത്രമല്ല ഇരുമ്പുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ താഴേക്ക് വീണുകൊണ്ടിരുന്ന ടോണിയുടെ സ്പീഡ് കുറയുന്നില്ല എന്ന് തോറിന് മനസ്സിലായി. തോർ ടോണിയെ രക്ഷിക്കാൻ ഒരുങ്ങി. പക്ഷെ ടോണിയെ രക്ഷിച്ചത് ഹൾക്കാണ്. ടോണിയെ കൊണ്ട് താഴെ കടത്തി മാസ്ക് ഊരി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാപ്റ്റനും തോർ നിൽക്കുമ്പോൾ ഹൾക്ക് ഒരൊറ്റ അലറൽ. ആ അലർച്ച കേട്ട് ടോണി ഞെട്ടി ഉണർന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ടോണി ചോദിക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു ടോണി നമ്മൾ ജയിച്ചിരിക്കുന്നു. ടോണി പറയുന്നു യെസ് ഗൈസ്, നമ്മളുടെ ടീം അടിപൊളിയാണ്. എന്തായാലും നമ്മൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാം. ഇവിടെ അടുത്ത് നല്ല ഷവർമ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, നമ്മൾക്ക് അങ്ങോട്ട് പോവാം. ടോണിക്കും വയ്യാതെയായിരുന്നു. പക്ഷെ തോർ പറയുന്നു അതിന് ഇനിയും സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്, ലോക്കി. അങ്ങനെ എല്ലാവരും കൂടി ലോക്കി കിടന്നിരുന്ന സ്ഥലത്ത് പോയി ലോക്കിയെ വളയുന്നു. ലോക്കി അപ്പോഴും തന്റെ സൂത്രം പുറത്തെടുക്കുന്നു. സ്റ്റാർക്ക്, നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ് ആവാൻ ശ്രമിക്കാം. പക്ഷെ അവെഞ്ചേഴ്സിന്റെ ഭാവം എന്താണെന്ന് വെച്ചാൽ വേണ്ടാത്തോണ്ട അങ്ങനെയായിരുന്നു. നിക് ഫ്യൂറിയുടെ കണ്ണുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ തീരുമാനം തെറ്റായിരുന്നില്ല. അവെഞ്ചേഴ്സ് ലോകത്തെ രക്ഷിച്ച വാർത്ത എല്ലാ ചാനലുകളിലും വരാൻ തുടങ്ങി. എല്ലാവരും അവെഞ്ചേഴ്സിന്റെ ഫാൻസ് ആയി മാറി. ചിലർ ടോണിയെ പോലെ താടിയും മീശയും വെട്ടുന്നു, ചിലർ ഹൾക്കിനെ പോലെ അലറുന്നു, ചിലർ ക്യാപ്റ്റന്റെ ഷീൽഡ് പതിച്ച ബനിയനുകൾ ഇടുന്നു. അങ്ങനെ 6 അവെഞ്ചേഴ്സിനും പ്രത്യേകം ഫാൻസ് ഒക്കെ ഉണ്ടായി. വാർത്തകളിൽ അവെഞ്ചേഴ്സ് രക്ഷപ്പെടുത്തിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. എന്നിട്ട് ഓരോ അവെഞ്ചേഴ്സിനോടും അവരുടെ നന്ദി അറിയിക്കാൻ തുടങ്ങി. നിക് ഫ്യൂറിയുടെ മേലധികാരികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു അവെഞ്ചേഴ്സ് അവരിപ്പോ എവിടെയാണ്? ഫ്യൂറി പറയുന്നു അവരെവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല, അവരെ ഞാൻ ഫോളോ ചെയ്യുന്നുമില്ല. ലോക്കിയെയും ടെസ്റാക്റ്റിനെയും തോർ അവയുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. ലോക്കിക്ക് അർഹമായ ശിക്ഷ ലഭിക്കും. ടെസ്റാക്റ്റ് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ ഇരിക്കും, മനുഷ്യരുടെ കൈകളിൽ നിന്ന് അകലെ. അവർ നിക് ഫ്യൂറിയോട് ചോദിക്കുന്നു ഇത് ലോകത്തിന് ഒരു ഭീഷണിയല്ലേ? അവെഞ്ചേഴ്സിനെ തുറന്നുവിടുന്നത് ശരിയാണോ? നിക് ഫ്യൂറി പറയുന്നു ഭീഷണിയല്ല, ഇതൊരു വാഗ്ദാനമാണ്, ഒരു പ്രോമിസ്. ഭൂമിക്ക് നേരെ ആരുടെയെങ്കിലും കണ്ണു പതിഞ്ഞാൽ അതത്ര നല്ലതിനല്ല. ഭൂമിയിലെ ജനങ്ങൾക്ക് എന്നും കൂട്ടായി അവെഞ്ചേഴ്സ് ഉണ്ടാവും എന്ന വാഗ്ദാനം. ഈ സമയത്ത് ടോണിയും ഡോക്ടർ ബ്രൂസ് ബാനറും ഒരുമിച്ചാണ് പോകുന്നത്. ക്യാപ്റ്റനാവട്ടെ തന്റേതായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാർലി ഡേവിഡ്സൺ ബൈക്കിലാണ് അദ്ദേഹം പോയിരുന്നത്. പിരിയുന്നതിന് മുൻപ് 6 അവെഞ്ചേഴ്സും കൂടി ടോണി സ്റ്റാർക്ക് പറഞ്ഞതുപോലെ ഒരുമിച്ചിരുന്ന് ഷവർമ കഴിക്കാനും മറന്നില്ല. അതിനുശേഷം ടോണി സ്റ്റാർക്കും പെപ്പർ പോട്ട്സും കൂടി തങ്ങളുടെ പുതിയ ടവറിന്റെ പണി തുടങ്ങി. ടോണി സ്റ്റാർക്കിന്റെ ഇപ്പോഴത്തെ ടവറിൽ സ്റ്റാർക്ക് എന്ന വാക്കിന്റെ എ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ആ എ സൂചിപ്പിക്കുന്നത് അവെഞ്ചേഴ്സ് എന്നാണ്. അതൊക്കെ ശരി, പക്ഷേ അദ്ദേഹം ആരാണ്? ടെസ്റാക്ട് ക്യൂബ് എടുക്കാനായി സെപ്റ്റർ കയ്യിൽ കൊടുത്ത് ലോക്കിയെ ഭൂമിയിലേക്ക് അയച്ചത് ചിത്തോറികൾ ആരുടെ ആജ്ഞയാണോ കേൾക്കുന്നത്? ആരാണ് അദ്ദേഹം? ചിത്തോറികളുടെ തലവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു നമ്മളുടെ പ്ലാനുകൾ പാളിപ്പോയി. ഭൂമിയിലുള്ളവർ നമ്മൾ വിചാരിച്ചതുപോലെ ഭീരുക്കളല്ല, ശക്തിയില്ലാത്തവരല്ല, അവർ ഭയന്നോടുന്നവരല്ല. അവരുമായി മറ്റൊരു യുദ്ധത്തിന് ശ്രമിക്കുന്നത് മരണത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ്. യജമാനൻ ഞങ്ങളോട് ക്ഷമിക്കണം. അദ്ദേഹം തന്റെ സിംഹാസനത്തിൽ നിന്ന് എണീക്കുന്നു. ചിത്തോറികളുടെ തലവൻ മുട്ടുകുത്തുന്നു, തല താഴ്ത്തുന്നു, ഒരുപക്ഷെ പേടിച്ച് വിറയ്ക്കുന്നു. അദ്ദേഹം മുഖം തിരിക്കുന്നു. നീലക്കണ്ണുകൾ, ഒരു തരം പ്രത്യേക നിറവും പ്രത്യേക മുഖവുമുള്ള ഒരു അസാധാരണ രൂപം. അദ്ദേഹത്തിന്റെ മുഖത്ത് ചെറിയൊരു ചിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് താനോസ് എന്നാണ്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്ലാനുകൾ?
അപ്പൊ ഫ്രണ്ട്സ്, അവെഞ്ചേഴ്സ് എന്ന് പറയുന്ന 2012 സംഭവിച്ച ഈ മാജിക് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊരു അവസാനമല്ല. ഐ ഫീൽ ഇറ്റ്സ് ദ ബിഗിനിങ് ഓഫ് സംതിങ്. എന്തോ വലിയൊരു കാര്യത്തിന്റെ തുടക്കം മാത്രമാണിത്. നമ്മൾ കാണാൻ പോകുന്ന അടുത്ത സിനിമ നമ്മളുടെ അണ്ണന്റെ തന്നെയാണ്, അയൺമാൻ 3. ആ സിനിമയിൽ നമ്മൾക്ക് അയൺമാനേക്കാൾ കൂടുതലായി ടോണി സ്റ്റാർക്കിനെ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് സിനിമ സ്ലോ മോഷനൊന്നും അല്ല കേട്ടോ. ടോണി സ്റ്റാർക്ക് വരുന്ന സിനിമ മാസ് അല്ലാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാത്തിരിക്കുക. പിന്നെ അടുത്ത വീഡിയോ എന്നാണെന്നൊന്നും ചോദിക്കരുത്, അതെനിക്ക് തന്നെ അറിയില്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വീഡിയോ ഞാൻ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുക. അല്ലാതെ തട്ടിക്കൂട്ടിയൊന്നും വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ നിൽക്കില്ല. അപ്പോൾ വലിച്ചു നീട്ടാതെ 50K സബ്സ്ക്രൈബേഴ്സ് എത്താൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.